ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചില്ലി പൊട്ടറ്റോ ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ടറായിട്ടും ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിനി തോല് കളഞ്ഞ് സൈഡൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാം. പൊട്ടറ്റോ മുറിച്ചെടുക്കുക എല്ലാം ഒരേ ലെങ്ത്തിലില്ല ഇതായിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം കളയാം. അതുപോലെ തന്നെ കൂടുതലില്ല ഈ ഭാഗം കൂടി അങ്ങ് കളയാം. എല്ലാം ഒരേപോലെ ഇതേപോലെ ഈ സൈസിൽ എല്ലാം മുറിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഇത് മുഴുവൻ ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കാം. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നന്നായിട്ട് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് വേവിച്ചെടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഈ വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം. അതിലാണ് ഈ പൊട്ടറ്റോ വെന്ത് വരുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റോ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പൊട്ടറ്റോയിന് മാറ്റി വെക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു കോട്ടിങ് കൊടുക്കാം. വെള്ളം മുഴുവൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് ചേർക്കാം, കോൺഫ്ലവർ ചേർക്കാം, കുറച്ച് മൈദപ്പൊടിയും ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. കോൺഫ്ലവർ ചേർക്കാം, അതുപോലെ മൈദപ്പൊടി ചേർക്കാം, ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്തിത് നന്നായിട്ട് ലൂസായിട്ട് കലക്കിയെടുക്കാം. ഇതിലിനി പൊട്ടറ്റോ ചേർത്ത് ഫ്രൈ ചെയ്യാം. പൊട്ടറ്റോ ഓരോന്നെടുത്ത് ഇതിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. പൊട്ടറ്റോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചില്ലി പൊട്ടറ്റോ ആക്കി മാറ്റാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കാം. ഇതിലേക്ക് 3 തരത്തിലുള്ള കാപ്സിക്കവും സവാള വലുതായി മുറിച്ചതും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാം. വെജിറ്റബിൾസ് കൂടുതൽ വെന്തു പോകാൻ പാടില്ല. അതിലേക്ക് സോയ സോസ് ചേർക്കാം, ടൊമാറ്റോ സോസ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, ടേസ്റ്റ് ബാലൻസ് ആവാൻ ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം, ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് വേണ്ടുന്ന, കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് അതും കൂടി ഇതിൽ ഒഴിക്കാം. വെജിറ്റബിളൊക്കെ ശരിക്കും ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. ചില്ലി പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
ഇനി ഇത് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. തണിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റായി പോയി. ചൂടോടെ കഴിക്കണം. ആ ഒരു പൊട്ടറ്റോയുടെ ക്രിസ്പിയും എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ചില്ലി പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.